വചനം 50 വാക്കർത്ഥം. വജഅൽന നാം ആക്കി ഇബ്നു മറിയമിനെ അഥവാ മറിയമിൻ്റെ മകനെ വ ഉമ്മഹു തൻ്റെ ഉമ്മയെയും ആയത്തൻ ഒരു ദൃഷ്ടാന്തം വ ആവൈനാഹുമ രണ്ടാൾക്കും നാം അഭയം നൽകുകയും ചെയ്തു ഇലാ റബുവത്തിൻ ഒരു മേട് പ്രദേശത്തേക്ക് ദാത്തി ഖറാരിൻ നിവാസയോഗ്യമായ താമസിക്കാൻ പറ്റിയ വമഈൻ ഒഴുക്കുജലമുള്ളതുമായ وجعلنا ابن مريم وأمه آية وآويناهما إلى ربوة ذات قرار ومعين. ഇബ്നു മറിയമിനെയും തൻ്റെ മാതാവിനെയും നാം ഒരു ദൃഷ്ടാന്തമാക്കിയിരിക്കുന്നു. നിവാസയോഗ്യവും ഒഴുക്കുജലമുള്ളതുമായ ഒരു മേട് പ്രദേശത്തേക്ക് എത്തിച്ച് രണ്ടുപേർക്കും നാം അഭയം നൽകുകയും ചെയ്തു. 50-ാം വചനത്തിൻ്റെ വിശദീകരണം. പിതാവില്ലാതെ മറിയമിൽ നിന്നു മാത്രം ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചതിനെ ഉദ്ദേശിച്ചാണ് രണ്ടുപേരെയും കൂടി ഒരു ദൃഷ്ടാന്തം അഥവാ ആയത്ത് ആക്കി എന്നു പറഞ്ഞത്. പലപ്പോഴും പിതാവിൻ്റെ പേരോട് ചേർത്തും ചിലപ്പോൾ മാതാവിൻ്റെ പേരോട് ചേർത്തും ഇന്നാളുടെ മകൻ എന്ന് ആളുകളെ നാമകരണം ചെയ്യുന്നത് അറബി ഭാഷയിൽ പതിവാണ്. ഇതിന് കുഞ്ഞിയത്ത് അഥവാ ഓമനപ്പേർ, മറുപേർ, വീട്ടുപേർ എന്നു പറയപ്പെടും. ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ മുതലായ പേരുകൾ ഇക്കൂട്ടത്തിൽപ്പെട്ടതാണ്. ഈസ അലൈഹിസ്സലാത്തു വസ്സലാം നബിക്ക് പിതാവില്ലാത്തതുകൊണ്ട് ഇബ്നു മറിയം അഥവാ മറിയമിൻ്റെ മകൻ എന്ന് ഓമനപ്പേർ വന്നു. ഇതുകൊണ്ടു തന്നെയാണ് ഖുർആനിൽ അദ്ദേഹത്തെപ്പറ്റി ഈസബിനു മറിയം അഥവാ മറിയമിൻ്റെ മകൻ ഈസ എന്നു പറയുന്നതും. മറിയമിനും പുത്രനും അഭയം നൽകിയ മേടുപ്രദേശം ഏതാണെന്നുള്ളതിൽ മുൻഗാമികൾക്കിടയിൽ പല അഭിപ്രായങ്ങൾ കാണാം. ദിമഷ്ക് അഥവാ ഡമസ്കസിലാണെന്നും ബൈത്തുൽ മുഖദ്ദസിലാണെന്നും ഈജിപ്തിലാണെന്നും ഫലസ്തീനിലെ റംലയിലാണെന്നും പക്ഷങ്ങളുണ്ട്. ഇബ്നു സെയ്ദ്, ഇബ്നു മുസയ്യബ് റഹിമഹുമുള്ള എന്നിവർ പറഞ്ഞ പ്രകാരം ഈജിപ്തിലായിരുന്നുവെന്ന അഭിപ്രായമാണ് കൂടുതൽ ശരിയായിരിക്കുവാൻ ന്യായം കാണുന്നത്. ഇഞ്ചീലിൽ ഇങ്ങനെ കാണാം: അവൻ അഥവാ യോസേഫ് എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും രാത്രിയിൽ തന്നെ കൂട്ടിക്കൊണ്ട് പുറപ്പെട്ട് മിസ്രയീമിലേക്ക് അഥവാ ഈജിപ്തിലേക്ക് പോയി. ഹെരോദാവിൻ്റെ മരണത്തോളം അവിടെ പാർത്തു. മത്തായി 2-ാം അധ്യായം 14-15 വചനങ്ങൾ. മസീഹ അഥവാ ഈസയുടെ ജനനത്തെക്കുറിച്ച് ജ്യോത്സ്യന്മാരിൽ നിന്ന് യഹൂദന്മാരുടെ രാജാവ് പിറക്കാറായിട്ടുണ്ടെന്ന് അറിവു കിട്ടിയതനുസരിച്ച് ഹെരോദസ് രാജാവ് അദ്ദേഹത്തെ തേടിപ്പിടിച്ച് കൊല്ലുവാൻ ശ്രമിച്ചതാണ് ഇതിന് കാരണമെന്നും 2 വയസ്സിന് താഴെയുള്ള വളരെ കുട്ടികൾ ഇക്കാരണത്താൽ ബത്ലഹേമിൽ അഥവാ ബൈത്തുലഹ്മിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ പ്രസ്താവിച്ചു കാണാം. പല നബിമാരുടെയും സമുദായങ്ങളുടെയും കഥകൾ ചൂണ്ടിക്കാണിച്ച ശേഷം ഖുർആനിൽ പല സ്ഥലത്തും പതിവുള്ളതുപോലെ ഏകമതം, ഏക സമുദായം എന്ന അടിസ്ഥാന തത്വത്തെ ഓർമ്മപ്പെടുത്തുന്നു. മുൻകഴിഞ്ഞ നബിമാർക്കെല്ലാം അവതരിപ്പിക്കപ്പെട്ട അധ്യാപനങ്ങളുടെ രത്നചുരുക്കം അല്ലാഹു ഇങ്ങനെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു.